നമ്മൾ പിറന്ന മണ്ണും നമുക്ക് ജന്മം നൽകിയ അച്ഛനെയും അമ്മയെയും നമ്മൾ കളിച്ചു നടന്ന മൺപുറ്റുകളും തോടുകളും കുളങ്ങളുമൊക്കെ ഓർക്കാനുള്ള ഒരു നിമിഷമായിട്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ ഞാൻ ഓർക്കുന്നത്. അതിനൊരു മറവി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ലാതായി പോകും. എം മുകുന്ദൻ്റെ ഒരു കഥയുണ്ട്. രാധ മാത്രം എന്നാണ് ആ കഥയുടെ പേര്. സ്വാഭാവികമായും ആ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം നിങ്ങളുടെയൊക്കെ പ്രായമുള്ള ഒരു കോളേജ് കുമാരിയായിട്ടുള്ള രാധ എന്ന കുട്ടിയാണ്. സാധാരണ രീതിയിൽ വീട്ടിലേക്ക് വൈകുന്നേരം പുസ്തകക്കെട്ടും ചോറ്റുപാത്രവുമായി ഗേറ്റ് തുറന്ന് രാധ വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി അകത്തേക്ക് പോകാൻ ബാധിക്കുന്ന സമയത്ത് പത്രം വായിച്ചിരിക്കുന്ന അച്ഛൻ പെട്ടെന്ന് പത്രം താഴേക്കെറിഞ്ഞ് രാധയെ കൈകൊണ്ട് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നീ ആരാണ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങനെ തമാശ പറയുന്ന പതിവില്ല. അതുകൊണ്ട് തന്നെ രാധ ഒന്ന് ഞെട്ടി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. വല്ലാത്തൊരു ഭാവമാണ് അച്ഛന്, ഒട്ടും തിരിച്ചറിയാത്ത, മകളെപ്പോലും തിരിച്ചറിയാത്തൊരു ഭാവം. രാധ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തായി സംസാരിക്കുന്നത്? ഞാൻ അച്ഛൻ്റെ മകൾ രാധയല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ അച്ഛൻ്റെ മുഖഭാവം മാറുന്നില്ല എന്ന് കണ്ട സമയത്ത് രാധ അകത്തേക്ക് നോക്കി വിളിച്ചു, അമ്മയെ ഒന്ന് പുറത്തേക്ക് ഓടി വരാമോ, അച്ഛനെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മ ഓടി വന്നു. രണ്ടുപേരെയും പരസ്പരം മാറി മാറി നോക്കി. അതിനുശേഷം അമ്മ പറഞ്ഞു, ഇതെൻ്റെ ഭർത്താവാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. പക്ഷേ നീ ആരാണ് കുട്ടി? ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഒരു ദിവസം നമ്മളെ മാതാപിതാക്കൾ തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ഒരു മനോഭാവം എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. രാധ പറഞ്ഞു, അമ്മയല്ലേ എനിക്ക് രാവിലെ മുടികെട്ടി തന്നത്, അമ്മയല്ലേ ചോറ്റുപാത്രത്തിൽ തോറാക്കി തന്നത്. രാധയെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മുഴുവൻ അമ്മയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അമ്മയുടെ മുഖഭാവം മാറുന്നില്ല. പെട്ടെന്നാണ് രാധ ഓർത്തത്, രണ്ട് കൂട്ടുകാരുണ്ട്, സുഷമയും വനജയും. അപ്പോൾ ബസ്സിറങ്ങി അങ്ങോട്ട് നടന്നു പോയിട്ടേ ഉള്ളൂ. രാധ നേരെ പുസ്തകക്കെട്ടും ചോറ്റുപാത്രവും താഴെ വെക്കാതെ ഓടി. അവരങ്ങോട്ട് പോകുന്നു, രാധ ഇങ്ങോട്ട് പോകുന്നു, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. രാധ ഓടി. അതിനുശേഷം വിളിച്ചു, സുഷമയും വനജയും ഒന്ന് നിൽക്ക്, എന്റെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്, അച്ഛനും അമ്മയ്ക്കും എന്നെ തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും നിന്നു, പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ സുഷമയാണ്, ഇത് വനജയാണ്. പക്ഷെ നീ ആരാണ്? തീർന്നു. സന്ധ്യ കറുത്ത് വരികയാണ്. മേഘാവൃതമായിരുന്നു അന്തരീക്ഷം. ആ അവസരത്തിൽ രാധ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. പെട്ടെന്ന് ഓർമ്മ വന്നു, സുരേഷ് ഒരു കൂട്ടുകാരനുണ്ട്, ബീച്ചിലുണ്ടാവും. സുരേഷിനെ കാണാൻ വേണ്ടി നേരെ ഓടി. ചെല്ലുന്ന സമയത്ത് സുരേഷ് അവിടെയുണ്ട്. പുസ്തകക്കെട്ടിൽ നിന്നും രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു പുസ്തകം കയ്യിലെടുത്തതിന് ശേഷം രാധ സുരേഷിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, സുരേഷ് അല്ലേ നീ രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതി വേണമെന്ന് പറഞ്ഞത്? ഗീതാഞ്ജലി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു. സുരേഷ് അത് വാങ്ങിച്ചതിന് ശേഷം പറഞ്ഞു, രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികൾ എനിക്കിഷ്ടമാണ്, ഗീതാഞ്ജലി ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പക്ഷെ ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാൻ കുട്ടി? നീ ആരാണ്? തീർന്നു. ഇനി ആരുമില്ല രാധയ്ക്ക്, ഓർക്കാൻ ആരുമില്ല, എന്തു ചെയ്യുമെന്നറിയില്ല. ബീച്ചിലുള്ള എല്ലാവരും പോയി, സുരേഷും ബസ് കയറിപ്പോയി. രാധ ഒറ്റയ്ക്ക്. സന്ധ്യ കറുത്ത് വരുമ്പോ തിരമാലകൾ വകഞ്ഞു മാറ്റി രാധ പതുക്കെ കടലിലേക്ക് നടന്നു. ആകാശത്തിലേക്ക് കൈ ഉയർത്തി രാധ ചോദിച്ചു, ആകാശമേ നിനക്കറിയാമോ ഈ രാധയെ? ഉത്തരമില്ല. കുറച്ചുകൂടി ചെന്നപ്പോ കഴുത്തറ്റം വെള്ളം വരുന്ന സമയത്ത് രാധ ചോദിച്ചു, തിരമാലകളെ നിങ്ങൾക്കെങ്കിലും അറിയാമോ രാധയെ? ഉത്തരമില്ല. രാധ കടലിലേക്ക് നടന്ന് അപ്രത്യക്ഷയായി. ഇതാണ് മുകുന്ദൻ എഴുതിയ കഥ. ഈ കഥയിൽ പറയുന്ന കാര്യം നമ്മൾ സാധാരണ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടുന്നതിനെ പറ്റി ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മളെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു ലോകം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അൽഷിമേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നുള്ളൊരു ചിത്രമാണ് ഇതിനകത്ത് എം മുകുന്ദൻ വരച്ചു കാട്ടിയിരിക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഓർക്കുക വല്ലപ്പോഴും പണ്ടത്തെ കാടും മേടും പൂക്കാലം വിധാനിക്കും ആ കുന്നൻ പുറങ്ങളും. ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർത്തത്, എൻ്റെ 10ാമത്തെ വയസ്സിൽ, ഞാൻ 7ാമത്തെ വയസ്സിലാണ് മാജിക് പഠിക്കാൻ തുടങ്ങുന്നത്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത കവളമുക്കട്ട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു സാധാരണ കർഷകന്റെ മകനായി ജനിച്ച് വീട്ടിൽ ഇളയ മകനായതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ കന്നുകൂട്ട് കഴിഞ്ഞു വന്നാൽ അച്ഛൻ ഉമ്മറത്തെ ചാരുകസേരയിൽ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ അച്ഛൻ്റെ നിറച്ച നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന സമയത്ത് മുഖം ചേർത്ത് വെച്ച് ധാന്വന്തര കുഴമ്പിന്റെയും ചന്ദ്രികാ സോപ്പിന്റെയും കൂടിക്കുഴഞ്ഞ മണമുള്ള എൻ്റെ അച്ഛൻ്റെ നെഞ്ചിൽ മുഖം ഇങ്ങനെ ചേർത്ത് കിടക്കുന്ന സമയത്ത് തലമുടിയിൽ വിരലോടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞ കഥകൾ കേട്ടാണ് ഞാൻ മാജിക്കിനെ പ്രണയിക്കാൻ തുടങ്ങിയത്. 7ാമത്തെ വയസ്സിൽ മാജിക് പഠിക്കാൻ തുടങ്ങുന്നു.
10ാമത്തെ വയസ്സിൽ ചുങ്കത്തറ തലഞ്ഞി പള്ളിയിലാണ് എൻ്റെ ആദ്യത്തെ പെർഫോമൻസ്. ഒരു വലിയ ഓഡിറ്റോറിയമല്ല, ഒരു തുറന്ന ഗ്രൗണ്ട്. അവിടെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു. ആദ്യത്തെ പെർഫോമൻസാണ്. അച്ഛൻ ആദ്യമായിട്ട് എനിക്കൊരു പാൻറ്റും ഷർട്ടും തയ്പ്പിച്ചു തന്നതാണ്. അച്ഛനും അമ്മയും മുമ്പിൽ അരങ്ങേറ്റം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ ഗുരുനാഥൻ എന്നെ വിളിച്ചു, ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു മാസ്റ്റർ ഗോപിനാഥ്. ഞാൻ ഒരു ചരടും ഒരു കത്രിയുമായിട്ട് സ്റ്റേജിലേക്ക് ഓടി ചെല്ലുകയാണ്. ആദ്യത്തെ അരങ്ങേറ്റം, എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ്. ഞാൻ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരു കുട്ടിയെ വിളിക്കുന്നു. എന്നേക്കാൾ ഹൈറ്റുള്ളൊരു പയ്യൻ സ്റ്റേജിലേക്ക് ചാടിക്കയറി വന്നു. അവൻ്റെ ആദ്യത്തെ നോട്ടം കണ്ടതോടുകൂടി ഞാൻ തീർന്നു. ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. എനിക്ക് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ അവൻ്റെ കയ്യിൽ ഒരു കത്രി കൊടുത്തു. എൻ്റെ കയ്യിലുള്ള കയറിനെ മുറിച്ച് കൂട്ടി യോജിപ്പിക്കുന്ന മാജിക്കാണ്. കയറ് മുറിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ 3 വിരലിനുള്ളിൽ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു കയറുണ്ട്. ആ കയറ് നിർഭാഗ്യവശാൽ അവൻ കണ്ടുപിടിച്ചു. അവൻ എൻ്റെ കയ്യിലേക്ക് കടന്നു പിടിച്ചതിന് ശേഷം ഇതിനകത്തുള്ള കയറിനെ പുറത്തേക്ക് എടുത്തിട്ട് പറഞ്ഞു, ഇവൻ കാണിക്കുന്നത് മുഴുവൻ തട്ടിപ്പാണ്, ഇവൻ്റെ കയ്യിൽ വേറൊരു കയറും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. തീർന്നു. ഇനി എൻ്റെ കയ്യിൽ ഒരു മാജിക്കും സ്റ്റോക്കില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് സ്റ്റേജിൻ്റെ പുറകിലേക്ക് ഓടി. അരങ്ങേറ്റം കാണാൻ വേണ്ടി വന്ന അച്ഛൻ സ്റ്റേജിൻ്റെ പുറകിലേക്ക് വന്നു. അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛാ എന്നെ മാജിക്കിന് പറ്റില്ല അച്ഛാ, ഇനി എന്നെ മാജിക്കിന് പറഞ്ഞയക്കരുതെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ, എഴുത്തും വായന പോലും അറിയാത്ത എൻ്റെ അച്ഛൻ എൻ്റെ മുന്നിലേക്ക് അല്പം മാറ്റി നിർത്തി. എൻ്റെ ചുമലിങ്ങനെ പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുട്ടിയെ, വിജയത്തിൽ നിന്ന് നിനക്കൊന്നും പഠിക്കാൻ പറ്റില്ലടാ, പരാജയത്തിൽ നിന്ന് മാത്രമേ നിനക്ക് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും മഹത്തായ വചനം ഏത് എന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ പറഞ്ഞ ആ വചനമാണ് ഇന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന മഹത്തായ വചനം. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പരാജയങ്ങളുണ്ടാവും, മറ്റുള്ളവർ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥകളുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മുടെ ലക്ഷ്യം സത്യസന്ധമാണെങ്കിൽ, നമ്മൾ പോകുന്ന വഴി കൃത്യമാണെങ്കിൽ, ആ വഴികളിലൂടെ യാത്ര ചെയ്യുക എന്ന് മാത്രമാണ് ഒരു ജീവിതം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എത്രയോ തോൽവികൾ ഉണ്ടായിട്ടുണ്ട്. മാജിക്കിന്റെ രംഗത്തേക്ക് എത്രയോ തോൽവികൾ. ബഹ്റിനിൽ ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന മാജിക്ക് കാണിക്കുന്ന സമയത്ത് മണ്ണെണ്ണ കിട്ടാത്തതിന്റെ പേരിൽ വൈക്കോൽ കൂനയ്ക്ക് മുകളിലേക്ക് പെട്രോൾ ഒഴിച്ചതിന്റെ പേരിൽ തീ പൊള്ളി ശരീരം മുഴുവൻ തകർന്ന് 1 മാസം ഞാൻ അമേരിക്കൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. അപ്പോഴും ഒരു തോർത്തുമുണ്ട് മാത്രം എടുത്ത് ഇന്ന് ഭൂമിയിലില്ലാത്ത എൻ്റെ അച്ഛൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് എന്നോട് പറയും, കുട്ടിയെ, പരാജയത്തിൽ നിന്ന് മാത്രമേ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് ഇങ്ങനെ പുസ്തകങ്ങളിൽ നിന്നും മതഗ്രന്ഥങ്ങളിൽ നിന്നും വായിച്ചെടുത്ത മഹത്തായ വചനങ്ങളാണ്. എൻ്റെ മുമ്പിൽ നിറയെ ക്രോസുകളുണ്ട്, കുരിശുകളുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ക്രോസിൽ കിടക്കുന്ന ഒരു ജീസസിനെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഭാവം എന്താണ്? ഓരോരുത്തരുടെയും ഭാവം എന്ന് പറയുന്നത് നിങ്ങൾ ബൈബിളിന്റെ പല താളുകളിലൂടെ വായിച്ചു പോയ പല ചിത്രങ്ങൾ, പല മൊമെന്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ട് ഓടി വരും. എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഭാവം? പലതുണ്ട്. സായിൽ തുടങ്ങുന്ന പല കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. സഹതാപമാണോ? സ്നേഹമാണോ? സന്താപമാണോ? സന്തോഷമാണോ? സഹനമാണോ? നിങ്ങളുടെ മനസ്സിൽ എന്ത് വന്നു കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ വരുന്ന മനോഹരമായ ഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉജ്ജ്വലമായ ഭാവം എന്ന് പറയുന്നത്, മനസ്സിന്റെ തങ്കലിപികളിൽ എഴുതി പിടിപ്പിക്കാവുന്ന ഭാവം എന്ന് പറയുന്നത് സഹനമാണ്. സഹനം എന്ന് പറയുന്ന മഹത്തരമായ, നമുക്ക് വാക്കുകളെ കൊണ്ട് വിശേഷിപ്പിക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥയിലൂടെ ജീസസ് കടന്നു പോകുന്നതാണ് എൻ്റെ മനസ്സിൽ വന്ന ഏറ്റവും വലിയ ഭാവം എന്ന് പറയുന്നത്. അവസാനത്തെ അത്താഴത്തിന്റെ സമയത്ത് ഒപ്പമുള്ള ഒരാൾ ആണ് ഒറ്റിക്കൊടുക്കുന്നത്, വെറും 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ട്. പത്രോസ് തള്ളിപ്പറയുന്നു. പുന്തിയോസ് പിലാത്തോസ് വിളിച്ചു ചോദിക്കുന്നു, ഈ നിഷ്കളങ്കായ മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാൻ ആഗ്രഹിക്കുന്നു. ഈ തിരുനാൾ ദിവസം എനിക്കൊരാൾ വിട്ടുതരാനുള്ള അവകാശമുണ്ട്, വിട്ടു തരട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ മാസ് സൈക്കോളജി, മനുഷ്യന്റെ മാസ് സൈക്കോളജി എന്ന് പറയുന്ന സാധനമാണ് വർക്ക് ചെയ്യുന്നത്. ആൾക്കൂട്ടം ഒന്നടങ്കം വിളിച്ചു പറയുന്നു, ഞങ്ങൾക്ക് ബരാബാസിനെ മതി, അവനെ ക്രൂശിക്കുക, ജീസസിനെ ക്രൂശിക്കുക. എൻ്റെ ചിന്തയിൽ വന്ന പല ഘട്ടങ്ങളിൽ വന്ന പല നിമിഷങ്ങൾ, ഈ ഭിന്നശേഷി കുട്ടികളുമായിട്ട് ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെക്കാനുണ്ടായ നിമിഷം എന്ന് പറയുന്നത് ഒരു നിമിഷമാണ്. ഒരമ്മ പറഞ്ഞ ചില വാക്കുകളാണ് എൻ്റെ ചിന്തകളെ മുഴുവൻ മാറ്റിമറിച്ചത്. കാസർഗോഡിന്റെ മണ്ണിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി 2016 എന്നെ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. അന്നുവരെ എൻ്റെ മുമ്പിലേക്ക് ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയോ സെർബൽ പാൾസി ബാധിച്ചൊരു കുട്ടിയോ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല, കണ്ടിരുന്നില്ല, നോക്കിയിരുന്നില്ല. എൻ്റെ ലോകം എന്ന് പറയുന്ന ഇന്ദ്രജാലത്തിന്റെ ലോകം മാത്രമായിരുന്നു.
അവസാന ശ്വാസം വരെ, മരണം വരെ ജാലവിദ്യക്കാരനായിട്ട് ജീവിക്കുമെന്നായിരുന്നു ഞാൻ എപ്പോഴും പലരോടും പറഞ്ഞിരുന്നത്. അവസാനം സ്റ്റേജിൽ കുഴഞ്ഞു വീഴുന്നത് വരെ ആ മാന്ത്രിക തൊപ്പിയും കിന്നരി തലപ്പാവും ധരിച്ച് മാജിക് പെർഫോം ചെയ്യണമെന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ അന്ന് കാസർഗോഡിന്റെ മണ്ണിൽ ജാലവിദ്യാവധി പഠിക്കുവാൻ പോകുന്നു. പതിവ് പോലെ മേക്കപ്പ് ഇടുന്നു, നല്ല തിളക്കമുള്ള തലപ്പാവ് വയ്ക്കുന്നു, പട്ടുകുപ്പായം അണിയുന്നു, പെർഫോമൻസിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നു. കർട്ടൻ ഉയരുന്ന സമയത്ത് മുമ്പിലുള്ള ഓഡിയൻസിനെ കാണുന്ന സമയത്താണ് ഞാൻ പകച്ചുപോയത്. എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള, നടക്കുവാനോ കിടക്കുവാനോ സാധിക്കാത്ത, കണ്ണില്ലാത്ത കാതില്ലാത്ത, വലിയ തലയുള്ള, അമ്മയെ അടിക്കുന്ന അച്ഛനെ കടിക്കുന്ന ഒരുപാട് ആളുകളാണ്. കുട്ടികളെന്ന് പറയുന്നില്ല, കാരണം 10, 20, 25 വയസ്സായ ഒരു പറങ്കിമാവിൻ തോട്ടത്തിൽ പണ്ടൊരിക്കൽ വിഷമടിച്ചതിന്റെ തുടർച്ചയായിട്ട് തലമുറകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളെയാണ് ഞാൻ കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് എന്നോട് ചോദിച്ചു, ആരുടെ മുമ്പിലാണ് ഈ പത്രാസ് കാണിക്കുന്നതെന്ന്? ഈ മേക്കപ്പ് ഇട്ട്, ഈ തൊപ്പിയും വെച്ച്, ഈ കിന്നരി തലപ്പാവും വെച്ചുകൊണ്ട് ആരുടെ മുമ്പിലാണ് നീ ഈ വേഷം കെട്ടുന്നതെന്ന് എന്നോട് ഞാൻ ആദ്യമായിട്ട് ചോദിച്ചു. എന്റെ കർമ്മമല്ലേ? ഞാൻ 2 മണിക്കൂർ നേരം പെർഫോം ചെയ്തു. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാക്കറ്റിൽ സൂക്ഷിക്കുന്നു, കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഓഡിയൻസിന്റെ ഏറ്റവും ബാക്കിലായിട്ട് ഒരു 18 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരമ്മ. അവൻ കരയാണ്, വിശക്കുന്നു വിശക്കുന്നു പറഞ്ഞ് കരയുന്നു. അമ്മയുടെ കയ്യിൽ ഭക്ഷണപാത്രം കൊണ്ട് കൊടുക്കുന്നില്ല. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചെന്തേ ഭക്ഷണം കൊടുക്കാത്തതെന്ന് ചോദിച്ചു. അലമുറയിട്ട് ഒരു കരച്ചിലാണ്. പിന്നെ അമ്മ പറഞ്ഞു, സാറേ, ഞാൻ എൻ്റെ വായിലിട്ട് ചവച്ച് പുറത്തെടുത്തോ എൻ്റെ വായിൽ വെച്ചാലോ കഴിക്കുള്ളൂ സാറേ, ചവയ്ക്കാൻ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. ചവയ്ക്കാൻ അറിഞ്ഞൂടാ. ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പിന്നീട് ആ അമ്മ പറഞ്ഞ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, അവിടെയാണ് ചിന്തകൾ മാറിയത്. ഇവിടെ എനിക്ക് തോന്നുന്നത് പലരും ഡിഫറെൻ്റ് ആർട്സ് സെന്ററിൽ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ എംപവർ എന്ന് പറയുന്ന തിയേറ്ററിനകത്ത് പെർഫോം ചെയ്യുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടാവുന്നതാണ്. 2017 ശൈലജ ടീച്ചർ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ആ കുട്ടികളെ ഞാൻ ആദ്യമായിട്ട് ചേർത്ത് വെച്ച മക്കളാണ്. ഇന്നവര് അവിടുത്തെ എംപ്ലോയീസാണ്. എല്ലാ മാസവും ശമ്പളം മേടിച്ച് അറ്റൻഡൻസ് രജിസ്റ്റർ ഒപ്പിട്ട് പെർഫോം ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്ന മക്കളായിട്ട് ആ കുട്ടികളെ മാറ്റാൻ സാധിച്ചു എന്ന് പറയുന്നതാണ്. ഏതൊരു വേദിയിലും 10,000-കണക്കിന് ആളുകളുടെ മുമ്പിൽ മാജിക് ചെയ്ത് കയ്യടി മേടിക്കുന്നതിനേക്കാൾ എൻ്റെ സുഖം, എൻ്റെ ധന്യമായ മുഹൂർത്തം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മക്കളുടെ വളർച്ച, ആ മക്കൾ ഇന്ന് സ്വയം പര്യാപ്തരായ അവസ്ഥ, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പുണ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാലം കഴിയുന്നു. 200 കുട്ടികൾ ഇപ്പോൾ അവിടെയുണ്ട് ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിനകത്ത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അക്കൗണ്ട്. ഇനിയും പറയാനുണ്ട്. ഒരു മനുഷ്യൻ കോട്ടയത്ത് നിന്ന്, അദ്ദേഹം കോട്ടയത്തെ വിവിധ കോളേജുകളിൽ ഹിന്ദി പ്രൊഫസറായിരുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ പേര് MK ലൂക്ക എന്നാണ്. ന്യൂയോർക്കിലാണ് അദ്ദേഹം. ഒരു ദിവസം അവിടെ വന്നതിന് ശേഷം തിരിച്ചു പോന്നു. ചില മനുഷ്യർ ദൈവങ്ങളാവുന്നത് അവിടെയാണ്. ആ മനുഷ്യൻ എന്നോട് വിളിച്ചു പറഞ്ഞു, സാറേ, ഞാൻ സാറിനെ ഒന്ന് കാണാനും നിന്നില്ല, അവിടെ വന്നു കണ്ടു. എൻ്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. കാസർഗോഡ് വെച്ചിട്ടാണ് സാറിന് മനം മാറ്റം ഉണ്ടായതെങ്കിൽ, കാസർഗോഡ് എൻഡോസൾഫാൻ കുട്ടികൾക്ക് വേണ്ടി ഒരു സെന്റർ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥലം മേടിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ശ്രീ ജിജി തോംസൺ ആണ് ഇതിൻ്റെ ചെയർമാൻ. അവിടേക്ക് വരുന്ന 1 രൂപ പോലും എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആരാണെന്ന് അറിയാൻ വേണ്ടി പോയി. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഒരു സിംഗിൾ റൂമിനകത്ത് വെറുമൊരു കട്ടിൽ മാത്രം ഇട്ട്, ഒരു ചെറിയ ബാത്റൂം മാത്രമായിട്ട് ഒരാൾ അവിടെയാണ് താമസിക്കുന്നത്. അവിടെ അന്വേഷിച്ച സമയത്ത് അയാളുടെ കയ്യിലുള്ള പണം മുഴുവൻ അയാൾക്ക് ഇങ്ങനെ കൊടുത്തു തീർക്കുകയാണ്. അയാൾ അത്ഭുതപ്പെട്ടു പോയി. ആ മനുഷ്യനാണ് കാസർഗോഡ് 20 ഏക്കർ ലാൻഡ് നമ്മുടെ സെന്ററിന്റെ പേരിൽ, 20 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് സെന്ററിന്റെ പേരിൽ വാങ്ങി തന്നു, രജിസ്റ്റർ ചെയ്തു തന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഏകദേശം ഏതാനും മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, ഇതിന്റെ പണിയെല്ലാം കഴിയുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ എനിക്കൊരു റൂം വേണം. ഈ കുട്ടികൾ ഇങ്ങനെ വരുന്നതും പോകുന്നതും കണ്ട് എനിക്ക് ഇവിടെ ജീവിക്കണം. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ തലചുറ്റൽ വന്നു. പെട്ടെന്ന് നോക്കിയ സമയത്ത് ബ്രെയിൻ ട്യൂമറാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. 8 മാസം മാത്രമാണ് ഞങ്ങൾ കണ്ടത്. അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോയി. എൻ്റെ കൈ പിടിച്ച് അദ്ദേഹം പറഞ്ഞു, സാറേ, പിന്മാറരുത്. ലോകം പലതും പറയും, നിങ്ങൾ അധിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കും, നിങ്ങൾ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കും. അദ്ദേഹം പറഞ്ഞു, ജീസസിനെ ഓർത്താൽ മതി. ജീസസിനെ തള്ളി പറഞ്ഞപ്പോഴും ഒറ്റിക്കൊടുത്തപ്പോഴും ഒന്നും ആ ജീസസ് സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ജീസസിന്റെ സഹനം എന്ന് പറയുന്ന വചനത്തിന് ഞാൻ അർത്ഥവത്താക്കുന്നത്. ലൂക്കാ സാറിന്റെ പേരിലാണ് ഇപ്പൊ കാസർഗോഡ് ആ പ്രോജക്റ്റ് നമ്മൾ ആരംഭിക്കുന്നത്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മെയ് മാസമാകുമ്പോഴേക്ക് കുട്ടികളെ അവിടെ ഏറ്റെടുക്കത്തക്ക രീതിയിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഡിസബിലിറ്റി സെന്ററായിട്ട് ആ സെന്ററിനെ നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിനുള്ള ഓട്ടത്തിലാണിപ്പോൾ. അതുകൊണ്ടാണ് എൻ്റെ പ്രാണനെപ്പോലെ, എൻ്റെ പ്രണയിനിയെപ്പോലെ ഞാൻ എൻ്റെ ഹൃദയത്തിലേറ്റിയിരുന്ന ഇന്ദ്രജാലത്തെ തൽക്കാലത്തേക്കൊന്ന് ഡൈവോഴ്സ് ചെയ്ത് ഇപ്പോൾ ഞാൻ ഈ ഒരു മേഖല തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നോട് ചോദിച്ചു, ഇപ്പോൾ ആരോ ചോദിച്ചു, ഇപ്പോൾ മാജിക് ഒന്നും കാണിക്കാറില്ലെന്ന് ചോദിച്ചു. കാണിക്കണം, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എൻ്റെ മാജിക്കിൻ്റെ ഉപകരണങ്ങൾ അവിടെ കുന്നുകൂടി കിടക്കുന്നത് കാണുന്ന സമയത്ത്, പഴയ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരയാറുണ്ട് ഇപ്പോഴും. കാരണം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ രക്തത്തിൽ, എൻ്റെ മാംസത്തിൽ, എൻ്റെ മജ്ജയിലെല്ലാം ഇന്ദ്രജാലം എന്ന് പറയുന്ന ആ കലയുടെ അംശം ഇപ്പോഴും ഉണ്ട്. മാജിക്കിന് വെറുത്തിട്ടല്ല, പക്ഷേ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് മറ്റ് ഏറ്റവും പുണ്യമായിട്ടുള്ള, ഞാനൊരു ഷോ ചെയ്യുന്നതിനെ കൊണ്ട് എന്താ കിട്ടുന്നത്? എൻ്റെ സന്തോഷം, എൻ്റെ സാമ്പത്തിക നേട്ടം. അതല്ല, അതിലപ്പുറം നമുക്ക് ഇനി വരുന്നൊരു തലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും? നമ്മൾ നടന്ന വഴികളിൽ നമ്മുടെ കാൽപാദങ്ങൾ പതിച്ചു വെച്ച് ഇവിടെ നമ്മൾ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? പി രാമചന്ദ്രന്റെ കവിതയിൽ പറയുന്നത് പോലെ, ഇവിടെ ഞാനുണ്ടെന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി, അല്ലേ? ഇവിടെ ഉണ്ടെന്നതിന് സാക്ഷ്യമായി വെറുമൊരു തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാകുമെന്നറിയിക്കുവാൻ അടയിരുന്നതിന് ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായ എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ എന്നാണ് ചോദിച്ചത്. അപ്പൊ കിളികൾ പോലും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കൂവുന്നത്. ലളിതമായൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഞാൻ ഉണ്ടെന്നതിന് സാക്ഷ്യമായി വെറുമൊരു തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാകുമെന്നറിയിക്കുവാൻ അടയിരുന്നതിന് ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായ എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. കിളികൾ അങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ മനുഷ്യർ എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ജീവനെ എങ്ങനെ ആവിഷ്കരിക്കാൻ സാധിക്കും? ഇവിടെ നമ്മൾ ഉണ്ടായിരുന്നു എന്നറിയിക്കുവാൻ, ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കുവാൻ സാധിക്കും? അതാണ് ഏറ്റവും പ്രചോദനമായിട്ട് വരുന്നത്. നിങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ലോകം മുഴുവൻ ബൈബിൾ വായിക്കുന്നു, ജീസസിനെ സ്തുതിക്കുന്നു, ജീസസിനെ ഓർക്കുന്നു. ക്രിസ്മസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജന്മദിനം ഇത്രയും രാജ്യത്ത് ഇത്രയും മനുഷ്യൻ ആഘോഷിക്കുന്നുണ്ടോ? ഇല്ല, ഒരാളുടേത് പോലും ഇല്ല. അത് ജനനം കൊണ്ടല്ല, ആണോ? അല്ല, ജനനം കൊണ്ടല്ല, ജീവിതം കൊണ്ടാണ്. ജീവിതത്തിന്റെ അവസാനം അദ്ദേഹം അനുഭവിച്ച സഹനത്തിന്റെ പേരിലാണ്. അപ്പോ ജീവിതമാണ് ഏറ്റവും പ്രധാനം. ജനനമല്ല, മരണമല്ല, ജീവിതമാണ് ഏറ്റവും പ്രധാനം. ആ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, മാതാപിതാക്കളോട് പറയാറുണ്ട്, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുണ്ടാവും എന്ന് അല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ദഹിക്കുന്നു ഭഗിനി കൃപാരസ, മോഹനം കുളിർ തന്നീരുദാശു നീ, ഓമലേ തരൂ തെല്ലെന്നത് കേട്ട രാ മനോഹരി അമ്പരം തോതിനാൾ, അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ എന്ന് ചോദിച്ചപ്പോൾ, ജാതി ചോദിച്ചില്ല ഞാൻ സോദരി, അണ്ടർലൈൻ ചെയ്യണം നമ്മൾ, ജാതി ചോദിച്ചില്ല ഞാൻ സോദരി എന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ട പറ്റി വരണ്ട കൈ നീട്ടി നിൽക്കുന്ന ഒരു ആനന്ദന്റെ കൈക്കുമ്പിളിലേക്ക് ഒരു ചണ്ടാല പെണ്ണൊഴിച്ചു കൊടുക്കുന്ന വെള്ളം കോരിക്കുടിക്കുന്ന സമയത്തുണ്ടാവുന്ന ആ ഭാവമാണ് വെള്ളത്തിന്റെ മാനവികത എന്ന് പറയുന്നത്. ആ മാനവികത നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരായിട്ട് മാറുന്നത്. ആ മനുഷ്യരായിട്ട് മാറുവാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. ഞാനെന്നോ നീയെന്നോ വ്യത്യാസമില്ലാതെ, അവനെന്നോ അവളെന്നോ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും മാനവികത ഉള്ളിൽ നിറയ്ക്കുമ്പോഴാണ് നമുക്ക് മനോഹരമായ ജീവിതം സാധ്യമാവുന്നത്. അവസാനം എല്ലാം തിരിച്ചറിയുന്ന ഒരു നിമിഷം വരും. തിരുക്കുറയിൽ പറഞ്ഞതുപോലെ കാലം എല്ലാം തിരിച്ചു ചോദിക്കും. നിന്റെ സൗന്ദര്യവും സമ്പത്തും മായവും വ്യയവും എല്ലാം കാലം തിരികെ വാങ്ങും. അൻപേ പേശു ഇനിമയാഹ പേശു ചിന്തിത്ത് പേശു നന്മയേ പേശു ഉണ്മയേ പേശു പേശാതിരുത്തും പഴക് എന്ന് തിരുക്കുറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അലക്സാണ്ടർ ചക്രവർത്തി തലമുറകൾ മാറി വന്ന സമയത്ത് മനുഷ്യന്റെ സ്വഭാവം മാറി വരും. അതാണ് ഏറ്റവും പ്രധാനം. സോക്രട്ടീസ് എവിടെ കിടക്കുന്നു? പ്ലേറ്റോ എവിടെ കിടക്കുന്നു? അരിസ്റ്റോട്ടിൽ എവിടെ കിടക്കുന്നു? അലക്സാണ്ടർ എവിടെ കിടക്കുന്നു? ശിഷ്യന്മാരാണ്. സോക്രട്ടീസിൽ ഇങ്ങനെ മാറി മാറി വരികയാണ്. പ്ലേറ്റോയിലേക്ക് വരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം അരിസ്റ്റോട്ടലിലേക്ക് വരുന്നു, അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായിട്ടുള്ള അലക്സാണ്ടറിലേക്ക് വരുന്നു. അലക്സാണ്ടർ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഒരു രാജ്യം, അത് കഴിഞ്ഞാൽ അടുത്ത രാജ്യം വെട്ടിപ്പിടിച്ച് മുന്നേറുകയാണ്. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അദ്ദേഹത്തെ കാണണമെങ്കിൽ 24 മണിക്കൂർ നേരം കുതിരപ്പുറത്ത് യാത്ര ചെയ്തു വരണം. അമ്മ പറഞ്ഞേക്കും, എൻ്റെ മകനെ എനിക്ക് നിന്നെ ഒന്ന് കാണണമടാ, എനിക്ക് കാണണം. 24 മണിക്കൂർ നേരം കുതിരപ്പുറത്ത് അങ്ങോട്ട് യാത്ര ചെയ്യാൻ വയ്യ, നീ ഇങ്ങോട്ട് വാ എന്ന് പറയും. അലക്സാണ്ടർ പറയും, അമ്മേ ഒരു രാജ്യം കൂടി മതിയാവുന്നില്ല, ഒരു രാജ്യം കൂടി. രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് മുന്നേറുകയാണ്. ആ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം നമ്മുടെ ഭാരതത്തിൽ വന്നു.
മാരകമായ രോഗം ബാധിച്ചു, ന്യൂമോണിയ ബാധിച്ചു. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കട്ടിൽ, ലോകത്തിലെ മുത്തും മരതകവും മാണിക്യവും പവിഴവും പതിച്ച കട്ടിലിൽ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ കൊട്ടാരത്തിൽ അദ്ദേഹം മരണത്തെ കാത്ത് കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ചുറ്റും ഡോക്ടർമാരുണ്ടായിരുന്നു. ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, മിസ്റ്റർ അലക്സാണ്ടർ, നിങ്ങൾ 8 മണിക്കൂറിനുള്ളിൽ മരിക്കാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു, കവിളുകൾ ചുവന്നു, ചുണ്ടുകൾ വിറച്ചു. അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്ത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ കിടക്കുന്ന കട്ടിൽ തരാം, ഞാൻ കിടക്കുന്ന കൊട്ടാരം തരാം, ഞാൻ പിടിച്ചടക്കിയ രാജ്യങ്ങൾ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഒരൊറ്റ അഭ്യർത്ഥന, എൻ്റെ അമ്മ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയെ ഒരു നോക്കെനിക്ക് കാണണം. അതുകൊണ്ട് എൻ്റെ മരണം 24 മണിക്കൂർ നേരത്തേക്കൊന്ന് നീട്ടിവെക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാമോ അലക്സാണ്ടർ അവസാനമായി പറഞ്ഞത് എന്താണെന്ന്? എല്ലാം വെറുതെയായിരുന്നു, എല്ലാം വെറുതെയായിരുന്നു. ഈ തിരിച്ചറിവ് ഒരിക്കൽ നമുക്ക് വന്നിരിക്കും, ഉറപ്പ്. നമ്മൾ ഒരു കിടപ്പ് കിടക്കുന്ന അവസ്ഥയിൽ എല്ലാം നമ്മൾ തിരിച്ചറിയും. നമ്മൾ നമ്മളോട് പറയും, എല്ലാം വെറുതെയായിരുന്നു, എല്ലാം വെറുതെയായിരുന്നു. അംഗരക്ഷരെ വിളിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എന്റെ ശവമഞ്ചൽ കൊണ്ടുപോകുന്ന സമയത്ത് 2 കൈകളും പുറത്തേക്ക് തൂങ്ങിക്കിടക്കട്ടെ. അവർ ചോദിച്ചതിന്റെ സാങ്കത്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, സാങ്കത്യമുണ്ട്. ഈ ലോകം മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിച്ച അലക്സാണ്ടർ ചക്രവർത്തി പോലും മരിച്ചു പോകുന്നത് ഒഴിഞ്ഞ കൈകളോടുകൂടിയാണെന്നുള്ളത് ലോകം കാണട്ടെ, അതിൽ നിന്നെങ്കിലും ഈ ലോകം പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ കൂടുതൽ കൂടുതൽ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുന്നു. ആ സ്വാർത്ഥത കൈവിടിഞ്ഞ് നമ്മൾ എപ്പോഴാണോ മനുഷ്യരാവുന്നത്, മറ്റൊരാളെ സ്നേഹിക്കാൻ വേണ്ടി, നമുക്ക് വേണ്ടിയല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് എപ്പോഴാണോ സാധിക്കുന്നത്, അപ്പോഴാണ് മനുഷ്യൻ ദൈവമായിട്ട് മാറുന്നത്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ഇന്ന് ഇവിടേക്ക് വരാൻ സാധിച്ചത് സൗഭാഗ്യമായിട്ട് കരുതുന്നു. ഈ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ഈ സദസ്സിന് മുമ്പിൽ ഞാൻ പ്രണമിക്കുന്നു. എനിക്ക് കിട്ടിയ ഈ അംഗീകാരം വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. കാരണം അത്തരം ഒരു വേദിയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നതിൽ അഭിമാനമുണ്ടാക്കുന്നു. അത്തരം ഒരു മഹത് വ്യക്തിയിൽ നിന്നാണ് ഈ അംഗീകാരം ഏറ്റുവാങ്ങാൻ സാധിച്ചത് എന്നുള്ളത് എന്നിൽ ഒരുപാട് വിനയമുണ്ടാക്കുന്നു. എല്ലാവർക്കും സ്നേഹം, നന്ദി, നമസ്കാരം.